വാദം അല്ലെങ്കിൽ ആർത്രൈറ്റിസ്. ഈ വാദം എന്ന് പറയുന്നത് വെറും ശരീരം വേദന മാത്രമാണോ? നമുക്ക് ചുറ്റിനും 100-ൽ പരം ഡിഫറെന്റ് ആയിട്ടുള്ള വാദത്തിന്റെ ഇഷ്യൂസ് ഉണ്ട്. അതിന് ഓരോ വാദത്തിനും ലക്ഷണങ്ങളും പലതാണ്, വരാനായിട്ടുള്ള കാരണങ്ങളും പലതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഏതൊക്കെ വാദം ഉണ്ടെന്നുള്ളതും അതിന്റെ ചില ലക്ഷണങ്ങളും എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ദിസ് ഇസ് ഡോക്ടർ ഇൻല മേരി ജോബ്സൺ, ആയുർജൻ ക്ലിനിക്, വടശ്ശേരിക്കര, പത്തനംതിട്ട. അതിലാദ്യം തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാദം. ഈ ഒരു വാദം വരാനായിട്ട് മെയിൻ കാരണം തന്നെ നമുക്ക് പണ്ട് ഒരു കാലത്ത് നടന്ന ഇഞ്ചുറി കാരണം, അതിനുശേഷം ആ ഒരു ഇഞ്ചുറി നടന്ന സ്ഥലത്ത് തന്നെ ഒരുപാടായിട്ട് നമ്മൾ ആ ജോയിന്റിനെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഇതിന് മലയാളത്തിൽ നമ്മൾ സന്ധിവാദം എന്നാണ് പറയുക. മെയിൻ ആയിട്ട് ആ ഇഞ്ചുറി നടന്ന ഭാഗത്ത് നമ്മൾ ഓവർ യൂസ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന തേയ്മാനം കാരണം വരുന്ന പ്രശ്നമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിലെ മെയിൻ ലക്ഷണങ്ങളാണ് നമുക്ക് ഏത് ജോയിന്റിനാണോ ഇത് എഫക്ട് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്ത് വേദന, അതുപോലെ തന്നെ ഒരു സ്റ്റിഫ്നെസ്, അനക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഇത് കൂടുതലായിട്ടും കാണുന്നത് നമ്മുടെ മുട്ടുകള്, അതുപോലെ തന്നെ ഹിപ്പ് ജോയിന്റ്, പിന്നെ നമ്മുടെ കൈകളിലാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്, അതായത് ആമവാദം. ഇത് ശരിക്കും പറയാച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ജോയിന്റിനെ സ്വയമേ അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ ഏത് ജോയിന്റിനെയാണോ ഇത് എഫക്ട് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്ത് വേദനയും നീര് വെക്കാനായിട്ടും ആ നീര് വെച്ച ഭാഗത്ത് തന്നെ ചുമന്നിരിക്കാനായിട്ടും ഉണ്ടാകും. പിന്നെ വേറൊരു ലക്ഷണമാണ് ഇത് ബാധിച്ചിരിക്കുന്ന പേഷ്യൻസിന് വളരെയധികം ക്ഷീണം കാര്യങ്ങളുണ്ടാവും. അവർക്ക് വേദന കാരണമാണെങ്കിലും ഉറക്കത്തിനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ കുഞ്ഞു കുഞ്ഞു ജോയിന്റ്സ് ആയിട്ടുള്ള നമ്മുടെ വിരലുകളെ വരെ ഇത് ബാധിക്കും. ഇനി അടുത്തത് ഗൗട്ടാണ്. ഈ ഗൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്ത്, നമ്മുടെ ബ്ലഡിൽ തന്നെ ഒരുപാട് യൂറിക് ആസിഡ് അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ക്രിസ്റ്റലൈസ് ചെയ്ത് ഒരു ജോയിന്റിൽ അടിഞ്ഞുകൂടാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ലക്ഷണമാണ് ഇവർക്ക് സഡൻ ആയിട്ടുള്ള പെയിൻ ആയിരിക്കും, വളരെ ഒരു കുത്തുന്ന പോലത്തെ വേദനയായിരിക്കും. ഇത് കൂടുന്ന ഒരു ടൈം എന്ന് പറയുന്നത് രാത്രിയിലാണ്. ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ കാലുകളുടെ തള്ളവിരലിനെയായിരിക്കും. ആ എഫക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഒരു കുഞ്ഞൊരു ബോള് പോലെ വീർത്ത് വരാനായിട്ടും തുടങ്ങും. അപ്പൊ ഗൗട്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉള്ളവരാണെങ്കിൽ അവർക്ക് കിഡ്നി ഫങ്ഷൻ, കിഡ്നിയുടെ പ്രവർത്തനം വളരെ കുറവായിരിക്കും. അത് ഫിൽട്രേഷൻ ആണെങ്കിലും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആണ് ഡീഹൈഡ്രേഷൻ, കറക്റ്റ് ആയിട്ട് വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ. അപ്പൊ ഇതുപോലത്തെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു 2 കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെയുള്ള ഒരു ആർത്രൈറ്റിസ് ആണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ്. ഈ ഒരു എല്ലുകളെ ബാധിക്കുന്നതിന് മുന്നേ തന്നെ ഇത് സോറിയാസിസ് ആയിട്ട് ഉള്ള പേഷ്യൻസിനെയാണ് ഇത് എഫക്ട് ചെയ്യുക. ഈ സോറിയാസിസ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അവരുടെ ആ ഒരു ശരീരഭാഗം ചുമന്ന് വരാനായിട്ട് തുടങ്ങും, ചൊറിച്ചിലുണ്ടാകും, വയറ്റ് പൊടികളാവാനായിട്ട് തുടങ്ങും. കുറച്ചും കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ പൊറ്റ പോലെയൊക്കെ ആയിട്ട് വരികയും ചെയ്യും. ഇത് ശരിക്കും പറയാ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ തന്നെയാണ്. ഇത് കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റുകൾ എടുത്തില്ലെങ്കിൽ ഇത് പതിയെ ജോയിന്റ്സിനെ എഫക്ട് ചെയ്യാനായിട്ടും തുടങ്ങും. ജോയിന്റ്സിനെ എഫക്ട് ചെയ്യുമ്പോൾ ഈ സെയിം ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ആങ്കിലോസിംഗ് സ്പോണ്ടലൈറ്റിസ്. ഇതെന്ന് പറയുന്ന ഒരു ദീർഘകാലം, അതായത് ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇപ്പോൾ ഒരുപാട് നാളായിട്ട് ബാക്ക് പെയിൻ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ പതിയെ അവിടുത്തെ ആ ഒരു സ്പൈനിന്റെ സ്ട്രക്ചർ, ഘടനയിൽ വ്യത്യാസം വരും. കാരണം അവിടെ എപ്പോഴും വേദന എടുത്ത് എല്ലുകൾ ഭയങ്കരമായിട്ട് സ്റ്റിഫ് ആകാൻ തുടങ്ങും, എല്ലുകളുടെ ഇടയിലുള്ള ഫ്ലൂയിഡ് സ്റ്റിഫ് ആകാനായിട്ട് തുടങ്ങും. അങ്ങനെ സ്റ്റിഫായി ഈ സ്പൈനിന്റെ നോർമൽ സ്ട്രക്ചർ മാറി പതിയെ ഇവർക്ക് കൂന് വരാനൊക്കെ ആയിട്ട് തുടങ്ങും. അപ്പൊ ഇവർക്ക് കറക്റ്റ് ആയിട്ട് നിവർന്ന് നിൽക്കാനായിട്ട് പറ്റില്ല. ഇവർ നടക്കുമ്പോഴാണ് കൂനിട്ടായിരിക്കും നടക്കുക. ആ എല്ലുകളുടെ സ്ട്രക്ചറിൽ വരുന്ന ഒരു വ്യത്യാസം. നമുക്ക് ഏതൊക്കെ വാദമാണെങ്കിലും മെയിൻ ആയിട്ട് കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് ശരീരം വേദന, ഏത് ജോയിന്റിനെയാണോ എഫക്ട് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്ത് ചിലപ്പോൾ ചുമന്ന് വരിക, സ്വെല്ലിംഗ് ഉണ്ടാവുക, അതുപോലെ തന്നെ ആ ഒരു ജോയിന്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാത്ത ഒരു അവസ്ഥ. ഏത് വാദമാണെങ്കിലും ഈ കുറച്ച് സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. ഇനി എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്? മെയിൻ ആയിട്ട് ഭക്ഷണത്തിലാണെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ പറയുക ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. കാരണം ഇത് ഇൻഫ്ലമേഷൻ വളരെയധികം കൂട്ടുന്ന ഭക്ഷണങ്ങളാണ്. അത് എല്ലുകളെ വളരെയധികം ബാധിക്കും, ആ ജോയിന്റ്സിനെ ആണെങ്കിലും നന്നായിട്ട് ബാധിക്കും. പിന്നെ ഉള്ളൊരു കാര്യമാണ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അതായത് ഒട്ടും തന്നെ വ്യായാമം ഇല്ലാത്ത അവസ്ഥ. നമ്മൾ ലഘുവായിട്ട് എന്തായാലും വ്യായാമങ്ങൾ ചെയ്തിരിക്കണം. ആൽക്കഹോൾ ആണെങ്കിലും സ്മോക്കിംഗ് ആണെങ്കിലും ഈ 2 കാര്യങ്ങളും നമ്മൾ നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ചെയ്തിരിക്കണം.
പിന്നെ ഒരുപാട് റെഡ് മീറ്റ് കഴിക്കുന്നത്, ഈ റെഡ് മീറ്റ് പെട്ടതാണ് മട്ടൺ, പോർക്ക്, ബീഫ് കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒരുപാടായിട്ട് കഴിക്കുന്നതും ഇതിന് ദോഷം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ജോയിന്റിന് ഒരുപാട് പ്രഷർ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, തെറ്റായിട്ടുള്ള രീതിയിലുള്ള മൂവ്മെന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അതും ഇതിന് മോശം ചെയ്യും. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ആർത്രൈറ്റിസിനെ പറ്റിയിട്ട് ഭയാനകമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടെങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഒരു വിധം നമുക്ക് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മൾ ശരീരവേദന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് മൈൻഡ് ആക്കില്ല. നമുക്ക് ഒട്ടും തന്നെ ആ ഒരു ഭാഗം യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഡോക്ടേഴ്സിനെ പോയിട്ട് കാണാറ്. എപ്പോഴും വാദത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ, നമ്മുടെ ഡയറ്റിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് കറക്റ്റ് ചെയ്താൽ തന്നെ, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ദിസ് ഇസ് ഡോക്ടർ ഇൻല മേരി ജോബ്സൺ സൈനിങ് ഓഫ്.